ഈ വീഡിയോയിൽ നമ്മൾ 4th യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്നുള്ള യൂണിറ്റ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ജർമ്മൻ യൂണിഫിക്കേഷൻ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1848 ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു അസംബ്ലി ഫോം ചെയ്തു. അവരെ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് മിലിറ്ററി ആൻഡ് ദ monarchy supported by large land owners called junkers of Prussia. ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോഴ്സസ് ആ ഒരു ലിബറൽ ഇനീഷ്യേറ്റീവിനെ എന്ത് ചെയ്യാണ് സപ്രസ് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ഫെയിലർ ആയി മാറാണ് ആ ഒരു അറ്റംപ്റ്റ്. ഇത് ഒരു പോസിബിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഈ ഒരു ലാർജ് ലാൻഡ് ഓണേഴ്സ് ഓഫ് പ്രഷ്യനെ വിളിക്കുന്ന പേര് ഒരു പോസിബിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ജങ്കേഴ്സ് എന്നുള്ളത്. ഇങ്ങനെ ഒരു ഫെയിലർ ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിനെ അതിൻ്റെ ഉള്ള ലീഡർഷിപ്പ് എടുക്കുന്നത് പ്രഷ്യ. അന്നത്തെ പ്രഷ്യൻ റൂളർ ആയിട്ടുള്ള കേസർ വില്യം 1 ആണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു മൂവ്മെന്റ് ഫോർ നാഷണൽ യൂണിഫിക്കേഷന്റെ ലീഡർഷിപ്പ് എടുക്കുന്നതും. അങ്ങനെ അയാൾ ഈ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സിന്റെ ആർക്കിടെക്റ്റ് ആയിട്ട് പ്രഷ്യൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഓട്ടോ വോൺ ബിസ്മാർക്കിനെ അസൈൻ ചെയ്യാണ്. ആൻഡ് വാട്ട് ഓട്ടോ വോൺ ബിസ്മാർക്ക് ഡിഡ് വാസ് ഹി ഡിഡ് 3 wars for over 7 years with Austria, Denmark and France. ഓസ്ട്രിയ, ഡെൻമാർക്ക് ആൻഡ് ഫ്രാൻസ് പോലത്തെ 3 കൺട്രീസിനെ ആയിട്ട് 7 വർഷത്തോളം നീളുന്ന 3 വാർ ചെയ്യാണ്. ആൻഡ് വിച്ച് ഫൈനലി എൻറ്റഡ് ഇൻ പ്രഷ്യൻ വിക്ടറി. അങ്ങനെ പ്രഷ്യ ജയിച്ചു കഴിയുമ്പോൾ ജർമ്മൻ കംപ്ലീറ്റ്ലി യൂണിഫൈഡ് ആയിട്ട് ഒരു യൂണിഫൈഡ് സ്റ്റേറ്റ് ആയിട്ട് മാറാണ്. അങ്ങനെ ജർമ്മനിയുടെ നാഷണൽ യൂണിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ആൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ന്യൂ യൂണിഫൈഡ് ജർമ്മൻ എംപയറിൻ്റെ എംപററായിട്ട് വില്യം 1, കേസർ വില്യം 1 തന്നെ, അതായത് പ്രഷ്യൻ കിങ് ആയിട്ടുള്ള കേസർ വില്യം 1 തന്നെ പ്രൊക്ലെയിം ചെയ്യാണ്. ആൻഡ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെറമണി നടക്കുന്നത് പാലസ് ഓഫ് വെർസെയിൽസിലെ ഹാൾ ഓഫ് മിറേഴ്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇവൻ്റ് ആണ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ബോക്സിൽ തന്നിട്ടുള്ളത്. ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിൻസസ് ഓഫ് ജർമ്മൻ സ്റ്റേറ്റ്സ്, റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ആർമി, പിന്നെ ഇമ്പോർട്ടൻറ്റ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ ഓട്ടോ വോൺ ബിസ്മാർക്ക് ഒക്കെ ഈ ഒരു ഹാൾ ഓഫ് മിറേഴ്സിൽ ഗ്യാദർ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ന്യൂ ജർമ്മൻ എംപയറിൻ്റെ ഹെഡായിട്ട് കേസർ വില്യം 1 ഓഫ് പ്രഷ്യനെ പ്രൊക്ലെയിം ചെയ്യുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു. ആൻഡ് ഇതിൽ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നിട്ടുള്ള ഈ ഒരു ബോക്സ് വായിച്ചാൽ മനസ്സിലാവും അന്നത്തെ ആ ഒരു ചീഫ് കമാൻഡർ ഓഫ് പ്രഷ്യൻ ആർമി ജനറൽ വോൺ റൂൺ ആണ്. ഇത് ഞാൻ മെൻഷൻ ചെയ്യുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പോസിബിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽ വിട്ടു പോകാൻ പാടില്ലല്ലോ. പിന്നെ ജർമ്മനി യൂണിഫൈഡ് ആയതിനു ശേഷം അവിടെ ഉണ്ടായ നല്ല കുറച്ച് മാറ്റങ്ങളാണ് എന്ത്, അവിടുത്തെ മോഡേണൈസിങ് ദ കറൻസി, ബാങ്കിങ് ആൻഡ് ലീഗൽ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റംസ്. ഇങ്ങനത്തെ നല്ല മാറ്റങ്ങളാണ് ജർമ്മൻ യൂണിഫിക്കേഷന് ശേഷം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ജർമ്മൻ യൂണിഫിക്കേഷൻ. പറഞ്ഞതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആണ് കവർ ചെയ്യാൻ പോകുന്നത്.